ഉസ്താദ് മാനു തീരെ പഠിക്കാറില്ല. ഉസ്താദ് ക്ലാസ് എടുത്ത് പോയാൽ പിന്നെ കിതാബ് തുറന്ന് നോക്കുന്നത് പോലും നമ്മൾ കാണാറില്ല. സഹപാഠികൾ കൂട്ടുകാരനെ പറ്റി പരാതി പറയുകയായിരുന്നു. എടുത്ത ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വായനയിലും എഴുത്തിലും മുഴുകുകയായിരുന്നു KT മാനു മുസ്ലിയാർ. പരാതി പറഞ്ഞ പിറ്റേ ദിവസം ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. ഗൗരവത്തോടെയായിരുന്നു ഉസ്താദിൻ്റെ മുഖഭാവം. വളരെ പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉസ്താദ് ചോദിച്ചു. എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ മറുപടിയായിരുന്നു KT മാനു മുസ്ലിയാർ നൽകിയത്. ഉടനടി ഉസ്താദിൻ്റെ മുഖഭാവം ഗൗരവത്തിൽ നിന്ന് പുഞ്ചിരിയിലേക്ക് വഴിമാറി. ശേഷം ഉസ്താദ് പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവർ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ മതിയാകും. ഇത് ഉസ്താദിന് ലഭിച്ച, തൻ്റെ വിദ്യാർത്ഥി കാലത്ത് ഉസ്താദിന് ലഭിച്ച വലിയൊരു അംഗീകാരമായിരുന്നു. സമസ്തക്കും സമുദായത്തിനും ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച ബഹുമാനപ്പെട്ടവരെ നിരവധി സ്ഥാനമാനങ്ങളും തേടിയെത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉത്തരവാദിത്തം സ്വാഗത ഭാഷണം നടത്തുക എന്നുള്ളതായിരുന്നു. പെട്ടെന്നുണ്ടായ ദേഹാസ്യത്തെ തുടർന്ന് തൻ്റെ ഉത്തരവാദിത്തം ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ നദവിയെ ഏൽപ്പിച്ചുകൊണ്ട് സദസ്സിടുകയായിരുന്നു. പിന്നീട് ആ മഹാജനസാഗരം കേട്ടത് മഹാനവറുകളുടെ വിയോഗ വാർത്തയായിരുന്നു.